ഏറ്റവും താല്പര്യത്തോടെ സ്കൂളിൽ പോകാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ദിവസം ഏതാണെന്നറിയാവോ? അത് ഇന്നാണ്. അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ എണീക്കാൻ? സോറി. ഇന്ന് സ്കൂളിൽ പോകാനുള്ള ഉത്സാഹമേ ബാക്കിയുള്ള എല്ലാ ദിവസവും കണ്ടാ മതി. അമ്മേ എന്തുവാ ഇത്? അമ്മ സ്കൂളിൽ ബർത്ത്ഡേ വെച്ച് കണ്ടിട്ടുണ്ടോ പറ്റുന്ന ഏക ദിവസം അത് ഇന്നാ? ഇന്ന് യൂണിഫോമോ? അമ്മ നമ്മുടെ ബ്രഹ്മാസ്ത്രങ്ങൾ എടാ ആ ടാബ് ഊരിക്കളയടാ, ഇല്ലെങ്കിൽ നിന്നെ വിൽക്കാൻ വെച്ചേക്കോന്ന് വിചാരിക്കും. ഇതെന്തോന്ന് തെയ്യോ? സ്പ്രേ അടിക്കട്ടെ. ഇത്രയും മണം ഇവിടെ തളം കെട്ടി കിടക്കുമ്പോളാ സ്പ്രേ. എടാ ഈ ബുക്കെല്ലാം കൂടെ എവിടെ എടുത്തോണ്ട് പോവാടാ? ഇന്ന് പഠിപ്പിക്കത്തൊന്നുമില്ല. ഒന്ന് പോമേ. പുതിയത് കാണിക്കാനുള്ള അവന്റെ പട്ടിഷോ. എന്നാ നീ ഒരു കാര്യം ചെയ്യാ, ലഞ്ച് ബോക്സ് പുതിയതല്ലയോ, അതുകൂടെ എടുത്തോണ്ട് ഐഡിയ എടുത്തുണ്ടോ? മാം പോവാണേ. ഇത്ര നേരത്തെ എവിടെ പോവാടാ? സ്കൂൾ ഉറപ്പില്ലേ? നേരത്തെ ഉണ്ടായോ? 3 മണിക്കൂർ മുമ്പെയോ? അല്ല ഈ സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുത്തേ. ചേട്ടാ ഈ GPS ഹയർ സെക്കൻഡറി സ്കൂളോടാ റോഡ് കണ്ടോ? അതാണോ? അതല്ല, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ നേരെ പോണം. ഓ അന്ന് വന്നപ്പോ ഇത്ര ദൂരം ഇല്ലായിരുന്നല്ലോ. ഓ അന്ന് വണ്ടിയിലാ വന്നല്ലേ. അപ്പൊ എന്ന് ഈ 3 കിലോമീറ്റർ അങ്ങോട്ടേക്കൂടെ നടക്കണമല്ലോ. ഷേ ആ മൂടങ്ങ് പോയി. ഇതിപ്പോ എന്റെ ക്ലാസ് ഇപ്പൊ എവിടാ? ചേട്ടാ ഈ +2 ബയോളജി സയൻസ് എവിടാ? കണ്ണിലെന്തോ കുരുവാണോ? വായിച്ചോക്കട അങ്ങോട്ട്. കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നല്ലോ. 1000 രൂപയുടെ ഷൂവിന്റെ പട്ടിഷോ കാണിക്കാം. ക്ലാസ് ആണ് പോലും ക്ലാസ് ഒരു മൂലയ്ക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കോ. ആ ഈ വീട് ഇരിക്കാം. കവച്ച് കയറിയവൻ അവൾ കയറിയിരുന്നല്ലോ. ഇനി ഫ്രണ്ട് തന്നെ ആശ്രയം. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാ തെണ്ടി. ഓവർ സൈസ് ആയിരുന്നു ട്രെൻഡ്. നാണം കിട്ടും. ഷർട്ടിലും പാടിലും ട്രെൻഡ് ഔട്ടായി. സാരമില്ല, ഷൂ വെച്ച് പിടിച്ചിരിക്കാം. അമ്പട ഇറങ്ങി വാട ഇങ്ങോട്ട്. അത് പിന്നെ എടാ ഇത് എൻ്റെ അച്ഛൻ മേടിച്ച പൂമയുടെ സുവാടാ, വെറും 10,000 രൂപ. അപ്പൊ ഷൂവിന്റെ ഷോ ഓഫ് മൂഞ്ചി. നിന്റെ അത്രയില്ല, എൻ്റെ ഷൂവിന് ഒരു 6,500 രൂപ ആയുള്ളൂ. ദൈവമേ, ഈ ക്ലാസ് എന്നേക്കാളും ഗതികെട്ടവൻ വേറെ ആരുണ്ട്? ഞാനുണ്ട്. പ്രവേശന ഉത്സവത്തിന്റെ അന്ന് തന്നെ ഈ യൂണിഫോം ഇട്ടോണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്നു വേറെ മൊണ്ണ ആരുണ്ട്? ഹോ ജസ്റ്റ് എസ്കേപ്ഡ്. സന്ദീപേ പരിചയമുള്ള ആളെ കിട്ടി. ഇനി വാ, ഇവിടെ ഇരിക്കാം. വാ നീ വാ. ഹലോ അഖിലേ, മുടിയൊക്കെ കിട്ടിയല്ലോ. ചെന്നെ നേർച്ചയായിരുന്നു പളനി കൊണ്ട് മുട്ട അടിക്കണം. സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും വളരുമെന്ന് പറഞ്ഞ വൃത്തികേടുണ്ടോ? കുഴപ്പമില്ലടാ, സെറ്റാ. ആ ഒരു രക്ഷപ്പെട്ട് ഇപ്പോഴാ ജീവൻ വീണേ. അറിയാവുന്ന ഒരാളെ കണ്ടിട്ടിയല്ലോ, ഇത് മതി. ആയിരുന്നു ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ മുടി നീട്ടി വളർത്തിയവരൊക്കെ ഇന്ന് കുഴപ്പമില്ല, നാളെ വരുമ്പം വെട്ടിയിട്ട് വരണം. ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ബാർബർ ഷോപ്പിൽ ഞാൻ കൊണ്ടങ്ങ് വെട്ടിക്കും. മനസ്സിലായോ? അയ്യോ നിനക്കില്ലടി, ഞങ്ങൾക്ക് മാത്രമേ. നീ പേടിക്കണ്ട. പിന്നെ ബുക്കാരും പൊതിഞ്ഞോണ്ട് വരണ്ട, വെളിയിൽ പേരുണ്ട്. പിന്നെ മേടിക്കുമ്പം വരയിടാത്ത ബുക്ക് മേടിക്കണം, വരയിട്ടത് വേണ്ട. 10-20 വരയിട്ട ബുക്കാ വീട്ടിരിക്കുന്നത്. ഞാനിനി എന്തെടുക്കും? എടാ ഈ ബുക്ക് ഇവനൊന്ന് വായടച്ച് വെച്ചായിരുന്നെങ്കിൽ. എടാ കുറച്ചൊന്നും മിണ്ടായിരിക്കടാ. എടീ എന്തുവാടാ ഇവന് കഴിക്കത്തില്ലയോ? വെറുതെ വിട്ടടാ. പല്ലി വെച്ചില്ലയോ? നല്ല നാട്ടുണ്ടല്ലോ. അവനാരാ? ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും ഉച്ചയ്ക്ക് ചോറിന് പകരം ഇവന്റെ തുപ്പൽ തിന്നേണ്ടി വരും. അതുകൊണ്ട് ലെറ്റ്സ് എസ്കേപ്പ്. ആ
കേറാ. എന്തുവാടാ ഇത്? ഇവൻ എന്തുവാടാ ചന്തി കൊണ്ട് സീറ്റ് ഉടക്കുന്നേ? യഥാർത്ഥ ഫ്രണ്ടിനെ ഞാൻ കണ്ടെത്തി. ഇനി എൻ്റെ ക്ലാസ്സിലെ ട്രൂ ഫ്രണ്ട് ഇവനാ. ഞാൻ സ്ഥിരമായിട്ട് വാച്ച് കെട്ടുന്നായിരുന്നു. ഇന്ന് ഞാൻ വാച്ച് കെട്ടാൻ മറന്നു. കൈ ചൊറിയുന്നു. വാച്ച് കെട്ടിയാ മാറുമോ? ആ വാച്ച് കെട്ടിയാൽ മാറുമായിരുന്നു. എടുത്തില്ല. എന്നാ എന്റെ വാച്ച് കെട്ടിക്ക്. വേണ്ട. ഇന്റർവ്യൂ കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല, കെട്ടിക്ക്. കുഴപ്പമില്ല, കെട്ടിക്ക്. കുഴപ്പമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. കെട്ടിക്ക്, ചൊറിച്ചിലേക്ക് മാറട്ടെ. അതെ, ആദ്യത്തെ ഇന്റർവ്യൂ ആവുമ്പോൾ തരാവേ. ഓർത്തില്ലെങ്കിൽ ഒന്ന് ഓർപ്പിച്ചാൽ മതി. ഇപ്പം തന്നെ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാ. ആ ഇന്റർവെല്ലായി, എല്ലാരും ബാത്റൂമിലൊക്കെ പോയിട്ട് വാ. പിന്നെ ആവശ്യമില്ലാത്ത ആരോടും കമ്പനി അടിച്ചിട്ട് ഇരിക്കരുത്. പെടയാൻ തരും കേട്ടല്ലോ. അടുത്ത മാത്സ് ടീച്ചർ വരുന്നതായിരിക്കും. 2 വർഷം ഇയാളുടെ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും? 2 വർഷം പോയിട്ട് 2 മിനിറ്റും ഇരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പോരെ. ബ്രോ പുറത്തൊക്കെ പോയിട്ട് വാ. ബെല്ലടിച്ചിട്ടില്ലേ? അത് ശരി, ചെറിയൊരു ശങ്കയുണ്ട്. ഒരാശ്വാസം. മോർണിംഗ് സാർ. ആ ഇരിക്കും. മക്കളെ എല്ലാരും വന്നല്ലോ. സാറേ ഒരാൾ വന്നില്ല, ഇവിടെ ഇരുന്നായിരുന്നു. മൊത്തം പേരും ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട്. അല്ല, ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് രാഹുൽ എന്നാ. പുറത്തോട്ട് പോയി കാണും. ഈ ലിസ്റ്റിൽ രാഹുൽ എന്ന് പേരുള്ള ഒരാളില്ലല്ലോ. അപ്പൊ 2 പേരുടെ എൻ്റെ കൂടെ ഇരുന്ന് ആരാ? ഇനി അപരിചിതൻ സിനിമയ്ക്ക് അതിൽ മമ്മൂട്ടി വല്ലതും ആണോ? എൻ്റെ വാച്ച് ഒരു ബ്ലൂ ഷർട്ടാണോ? അവൻ ഇവിടെ അഡ്മിഷൻ എടുത്തതാണെങ്കിലും പിന്നീട് അവന് ട്രാൻസ്ഫർ കിട്ടി. രാവിലെ അവൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നതാണെങ്കിലും ഓഫീസിൽ തിരക്കായോണ്ടേ ഇങ്ങോട്ടിരിക്കാൻ ഞാനാ പറഞ്ഞേ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ബ്രോ പുറത്തൊക്കെ പോയിട്ട് വാ. ബെല്ലടിച്ചിട്ടില്ലേ? വാച്ചില്ല, ഞാൻ എങ്ങനെ വീട്ടിലോട്ട് കയറി ചെല്ലും? അച്ഛനെന്നെ പുറന്നടക്കി അടിക്കും. എന്നെ കളിക്കിയത് കേട്ട വേറെ ആരുണ്ട് ഈ ക്ലാസ്സിൽ? ഇപ്പോഴാ ചെറിയൊരു സമാധാനം. വാടാ. അന്ന് തൊട്ടുകൂടാ കെട്ടിപ്പിടിയാ. പൊട്ടിയടാ. തെണ്ടി തിരിഞ്ഞാലെന്താ, അവസാനം രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് തിരിയാം. ഗ്രൂപ്പ് എയില് അഖിലും രേണു. അഖിലിന്റെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനില്ല സാറേ. ഈ പുച്ഛം കാണിച്ചോളാണ് ഭാവിയിൽ എന്റെ വധുവായത്. അവൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടടാ. ഒന്നുമല്ലാത്തവര് എന്റെ ജീവിതത്തിലെ എല്ലാം ആയത് ആ പ്രവേശനോത്സവ ദിവസത്തിൽ.